സൂഫി ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് പൊതുവേ ഉള്ളൊരു എന്താ പറയുക ക്ലീഷേ സാധനം എന്ന് പറയണത്, അങ്ങനെ ഗുരുക്കന്മാരൊക്കെ പണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ റൂമിയെക്കുറിച്ച് ഒരുപാട് പറയുന്ന ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ റൂമി അത്രയും വലിയൊരു ഗുരുവായിരുന്നു, ഇതുപോലൊരു ഗുരു ഇനി വരാനില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം വർത്തമാനകാലത്തിൽ എല്ലാ കാലത്തും ഇതാണ് പറയാറുള്ളത്. അങ്ങനെ ഒരാൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവുക അന്നത്തെ പ്രാദേശിക നേതാവ് ആരാണോ പുള്ളിയൊക്കെയാണ്, ഇന്നത്തെ ഗുരുവാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തും. അപ്പം ഈ കാലത്ത് അല്ലെങ്കിൽ വർത്തമാനകാലത്ത് സൂഫി ഗുരുക്കന്മാർ അതല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ടോ? ഗുരു എന്നത് അതൊരു പരമ്പരയാണ് യഥാർത്ഥത്തിൽ. അത് ആദിമകാലം മുതൽ മനുഷ്യൻ അവസാനിക്കുന്നത് വരെ തീർച്ചയായിട്ടും ആ ഗുരു പരമ്പര ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതില്ലാത്തൊരു കാലം ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവാനും കഴിയില്ല. കാരണം ഇത് ഒരു ഊർജപ്രവാഹമാണ്. അങ്ങനെയാണ് അതിനെ എല്ലാ ധാരയിലും അങ്ങനെയാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനെ പലപ്പോഴും പൗരോഹിത്യം ഈ ഗുരുക്കന്മാരെ മനസ്സിലാകാത്തവരും അതിൻ്റെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും ഗുരു പരമ്പര ഇന്ന കാലം മുതൽ അവസാനിച്ചു അല്ലേ, സാധാരണ മുറബിയായ ഷെയ്ഖന്മാർ ഇപ്പം ഇല്ല എന്ന് പറയും. അതായത് പരിശീലനം നൽകാൻ ശക്തരായ ഗുരുക്കന്മാർ ഇപ്പോഴില്ല, അതൊക്കെ കഴിഞ്ഞു പോയി എന്ന് പറയുന്ന ഒരു പുരോഹിത വിഭാഗമുണ്ട്. അതൊക്കെ അതിന് യഥാർത്ഥ ഗുരു പരമ്പരയെക്കുറിച്ചുള്ള അജ്ഞതയാണ്. അത് മനുഷ്യനിലൂടെ തുടരുന്നതാണ്. അത് ഗുരു എന്നതൊരു ജന്മസിദ്ധമായ അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ജന്മം കൊണ്ടുണ്ടാകുന്നതാണ് എന്നാണ് ഗുരുക്കന്മാർ പറയും. അത് അതിനെക്കുറിച്ച് പറഞ്ഞത് സൂര്യജന്മവും ചന്ദ്രജന്മവും എന്ന് പറയും. സൂര്യജന്മമായിട്ട് ജനിക്കുന്ന മനുഷ്യർ, അവരിൽ ആ ഗുരുപ്രകാശമുണ്ട്, അവർക്ക് മറ്റുള്ളവരിലേക്ക് പ്രകാശം പകരാൻ സാധിക്കും. ചന്ദ്രജന്മത്തിന് ആ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ആ സൂര്യജന്മമായി ജനിക്കുന്ന മനുഷ്യർ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വിളക്കുകളെ മാറുന്നുള്ളൂ, വെളിച്ചം ഒന്നാണ്, ഒരേ വെളിച്ചമാണ്. ആ വെളിച്ചം ഇങ്ങനെ പല വിളക്കുകളിലൂടെ കാലാന്തരങ്ങളായിട്ട് അതിങ്ങനെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. എല്ലാ സമൂഹത്തിലും ഉണ്ടാവും, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. ആ ഹൃദയങ്ങളിലൂടെയാണ്, ആ ഗുരുക്കന്മാരുടെ ഹൃദയങ്ങളിലൂടെയാണ് ഈ ജ്ഞാനം തന്നെ ഇങ്ങനെ പകർന്ന് പോകുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഗ്രന്ഥങ്ങളിലൂടെയാണെന്ന്. ഗ്രന്ഥത്തിനൊരു പരിധിയുണ്ട്. ഗ്രന്ഥം പക്ഷേ ഒരു വഴിയാണ്, ഒരു ഘട്ടമാണ്. ആ ഘട്ടം വരെ കൊണ്ടുപോകാൻ ഗ്രന്ഥം വലിയ സഹായമാണ്. പക്ഷേ ആ ഘട്ടത്തിനപ്പുറത്തേക്ക് ഒരു അന്വേഷിയായ മനുഷ്യനെ വളർത്തണമെങ്കിൽ ശരിക്കും ആ ഗുരുവിൻ്റെ കൈ തന്നെ പിടിക്കണമെന്ന് പറയും. അത് ബാഹ്യമായി ഗുരു പിടിക്കുക എന്നുള്ളതല്ല, അത് അന്വേഷിക്കുന്ന മനുഷ്യനിലേക്ക് അവൻ്റെ വഴിവെളിച്ചമായിട്ട് ആ ഗുരുപ്രകാശം വന്നെത്തും. ആ ഗുരുപ്രകാശം വന്നെത്തുകയും അത് കൊണ്ടുപോവുക. അതെല്ലാ കാലത്തും ഉണ്ടാവും. ഏതോ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ ആളുകളുടെ അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ മൊഴികളും ഒക്കെ ഇന്ന് അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗുരുവിന് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഖുർആനെക്കുറിച്ച്, വേദഗ്രന്ഥങ്ങളെക്കുറിച്ച്, ഈ ഗ്രന്ഥം സ്വയം അല്ലല്ലോ, ആ ഗ്രന്ഥത്തെ തൻ്റെ ഉള്ളിലറിഞ്ഞ് മനനം ചെയ്ത് ധ്യാനിച്ച് തൻ്റെ അവബോധമായി മാറിയവന് മാത്രമേ അതിനെ പകരാൻ പറ്റുള്ളൂ. ഏത് വേദഗ്രന്ഥവും അങ്ങനെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പരിഭാഷകളും വ്യാഖ്യാനങ്ങളും സമൂഹത്തെ വഴിതെറ്റിക്കുകയും അതറിഞ്ഞ ഗുരുവിന് യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരിക. അത് മനുഷ്യൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇപ്പം നമ്മളൊരു ശാസ്ത്രീയമായി നമ്മൾ കാണുന്ന കണ്ടെത്തലുകൾ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, എല്ലാ സാധനവും ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ ഉള്ളിലാണ്. നമ്മൾ വിചാരിക്കും ഗ്രന്ഥങ്ങൾ പഠിച്ചത് കൊണ്ട്. ആ ഗ്രന്ഥങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്? ആ ഒരു ശാസ്ത്രജ്ഞൻ്റെ ബോധത്തിൽ, അവൻ്റെ ഇൻറ്റ്യൂഷനിലൂടെ അവൻ ആർജിച്ച, അവൻ പരീക്ഷിച്ച, അവന് സ്വയം അറിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ എത്തുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ അതിൻ്റെ ഒരു അപ്ഡേഷൻ എങ്ങനെ വരിക? അതിൻ്റെ അപ്ഡേഷൻ വരുന്ന വേറൊരാൾ ചിന്തിക്കുക, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അതിനെക്കുറിച്ച് ഇങ്ങനെ പല രീതിയിൽ ഇതാക്കിയിട്ട് അവൻ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം ശാസ്ത്രജ്ഞന്മാരിപ്പോൾ ഇല്ല, പണ്ടത്തായിരുന്നു ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന പോലെ വിഡിത്താണത്. എഡിസണും ന്യൂട്ടനൊക്കെ തന്നെ ശാസ്ത്രജ്ഞന്മാരിൽ ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലല്ലോ എന്ന് നമ്മുടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ ആകെ പഠിച്ച പേര് മാത്രം പോലെയാണ്. പക്ഷെ അതല്ല, ഇന്ന് അതിനേക്കാൾ ആഴത്തിൽ അവരൊക്കെ അതിൻ്റെ തുടക്കക്കാരാണ്. പക്ഷെ അത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലെത്തുമ്പോൾ വളരെ സങ്കീർണമായ രീതിയിൽ അതിനെ മനസ്സിലാക്കി അതിനെങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെയാണ് കാലത്തിനനുസരിച്ച് ഗുരുക്കന്മാരും. പുതിയ ഗുരുക്കന്മാർ ഇതെല്ലാം സ്വാംശീകരിച്ച് അതിനെ അപ്ഡേറ്റ് ചെയ്ത് ഏറ്റവും ലളിതമായിട്ട് ആ മനസ്സുകളിലേക്ക് കൊണ്ടുവന്നതിനെ പാകപ്പെടുത്തുന്നവരാണ്. അതില്ലാതിരിക്കാനാവാത്ത ഒന്നാണത് ഗുരുപരമ്പര. എല്ലാ കാലത്തുണ്ട്. ഗുരുപരമ്പര ഇല്ലാത്ത ഒരു കാലവും ഉണ്ടാവില്ല, അത് നിശ്ചയമാണത്. ഇപ്പം ഗാന്ധിയെക്കുറിച്ച് പറയുന്ന സമയത്ത്
ഗീതയിൽ ഇല്ലാത്തതൊക്കെ ഗാന്ധി അതിൽ കണ്ടെത്തി എന്ന് പറയാറുണ്ട്. ഗീതയിൽ യുദ്ധത്തിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നു. ഗാന്ധിജി അതിൻ്റെ അകത്തുനിന്ന് അഹിംസ കണ്ടെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതേപോലെ നാരായണ ഗുരുവിനെ പറ്റി പറയുന്ന സമയത്ത് നാരായണ ഗുരു ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ എന്താ പറയുക, ആ വാക്ക് ഞാൻ മറന്നു, മുഹമ്മദ് നബിയെ പറ്റി പറയുന്നു, ക്രിസ്തുവിനെ പറ്റി പറയുന്നു. അതേസമയം ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പം പൊതുവെ സൂഫികൾ എന്ന് പറയുന്ന സമയത്ത് ഇത്തരത്തിലൊരു ക്ലീശയുണ്ട്. സൂഫികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരങ്ങളിലൊന്നും ഇല്ലാതെ അവരൊറ്റക്ക് ഏതോ ഒരു ഗുഹയിൽ പോയി ധ്യാനിച്ചിരിക്കുന്നവരാണ്. അതല്ലെങ്കിൽ അവരേതോ ഒരു മതത്തിൻ്റെ ഇങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വരാറുണ്ട്. അതായത് ഇപ്പോൾ പുരോഹിത മതം എന്ന് പറഞ്ഞിട്ട് എല്ലാ മതങ്ങളിലും അങ്ങനൊരു സംഭവമുണ്ട്. അപ്പം അതേറ്റവും നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പുരോഹിത മതം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ സൂഫികൾ എന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് ഈ തരത്തിലുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്? ഈ പറഞ്ഞതിൽ 2-3 കാര്യങ്ങൾ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അതിൽ ആദ്യം പറഞ്ഞ കാര്യം നോക്കാം. ഇപ്പോൾ ഭഗവത്ഗീതയെക്കുറിച്ച് ഗാന്ധിജി അതിൽ അഹിംസയെയാണ് കണ്ടത്. അതേസമയം ബാലഗംഗാധര തിലകൻ അതിൻ്റെ പോരാട്ട വീര്യത്തെയാണ് കാണുന്നത്. ശങ്കരാചാര്യർ അതിലെ അദ്വൈത തലത്തെ, അതിനകത്തിരിക്കുന്ന ദാർശനികമായ ആഴത്തെ കണ്ടു. അതുപോലെ വിവേകാനന്ദൻ കണ്ടത്, ഒരുപാട് ആളുകൾ ഭഗവത്ഗീതയെ സമീപിച്ചപ്പോൾ വളരെ വ്യത്യസ്ത രീതിയിൽ കാണുകയും അത് പ്രകാശിപ്പിക്കുകയും അത് പിന്തുടരുന്ന സമൂഹത്തിനത് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഖുർആൻ, അല്ലേ? നമ്മൾ പല രീതിയിൽ വിശുദ്ധ ഖുർആൻ ഇൻ്റർപ്രറ്റ് ചെയ്യും. വേദഗ്രന്ഥങ്ങളെല്ലാം അങ്ങനെയാണ്, അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ആ ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ അത് ഓരോ ഗുരുക്കന്മാരാണ്, ഓരോ ജ്ഞാനബോധമാണ് അവരിലൂടെ. അവരെന്താണ് ഈ സമൂഹത്തിൽ, ഗാന്ധിജിക്ക് വലിയൊരു നിയോഗമുണ്ടായിരുന്നു. ആ നിയോഗത്തിലേക്ക് അഹിംസയുടെ വഴിയിലൂടെ മനുഷ്യരെ കൊണ്ടുവരാൻ ഇതിനെ ഉപയോഗിച്ചു. അദ്ദേഹം അതിലതാണ് കണ്ടത്. അതുപോലെ തന്നെ നാരായണ ഗുരു അതിനെ കണ്ടത് മറ്റൊരു രീതിയിലാണ്. അതിൻ്റെ ഒരു മിസ്റ്റിക് തലത്തെയും അതിൻ്റെ ഒരു സാമൂഹിക തലത്തെയും കൂടി സമന്വയിപ്പിക്കാൻ സാധിച്ചു. അതൊരു പൊതുവെ പറയുന്ന ഒരു പ്രവാചക ദൗത്യം പോലെയുള്ളതാണ്. ഈ ആധ്യാത്മികതയുടെ ആഴങ്ങളിൽ നിലകൊള്ളുമ്പോഴും സാമൂഹികതയുടെ തലത്തിൽ അതിനെ പ്രകാശിപ്പിക്കുക, അതൊരു അപൂർവമായൊരു കോമ്പിനേഷനാണ്. ഈ ഇതിൽ അതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞ കാര്യം, സൂഫികളെ കുറിച്ച് പറയുന്ന ഒരു ആരോപണം പഴയ കാലത്ത്. കാരണം അത് ഈ എല്ലാ ആധ്യാത്മധാരയിലും സഞ്ചരിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ഒരു ആത്മശുദ്ധീകരണ ഘട്ടം എന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിന് വേണ്ടിയിട്ട് അവർ പലപ്പോഴും ഈ വ്യവഹാരങ്ങളിൽ നിന്ന് ഒരു തപസ് പോലെ ഒരു തപം ചെയ്യുന്ന ഇടമാണത്. തൻ്റെ മനസ്സിനെ, തൻ്റെ ബോധത്തെ തപം ചെയ്ത് സംശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഘട്ടം ഉണ്ടാകും. ആ ഘട്ടത്തിൽ ഉള്ള ഒരു പിന്മാറ്റമാണ്. ഇതിന് ഖൽവത്ത് എന്നൊക്കെ പറയും, ഒരു ഏകാന്തവാസത്തിലേക്ക് പോകുന്ന. ഇത് എല്ലാ ധാരയിലുള്ള ആളുണ്ട്. നമ്മുടെ സൂഫികളെ നമുക്കത് മാത്രം അറിയുന്നത് കൊണ്ട് നമ്മളങ്ങനെ പറയാം. അപ്പോൾ അതിലൂടെ സംസ്കരിക്കുന്നൊരു ഘട്ടത്തിലേക്ക് പോകും. ഇപ്പോൾ ഇമാം ഖസാലിയെ പോലുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ 40ാമത്തെ വയസ്സിൽ അൽ മുൻഖിദ് മിന വലാൽ എന്ന് പറഞ്ഞ ആത്മഗ്രന്ഥപരമായ പുസ്തകത്തിൽ അതിങ്ങനെ ആ അവസ്ഥയിലുണ്ടായി പല വഴികളിലൂടെ അന്വേഷിക്കുകയും എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതി വൈജ്ഞാനികതയുടെ ഉത്തുംഗതയിൽ വിരാജിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ അന്വേഷണ വഴിയിലേക്ക് എത്തുക. അതെല്ലാം പൂർത്തീകരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ 40ാമത്തെ വയസ്സിൽ പിന്നെ ഒരു 11 വർഷം അദ്ദേഹത്തിൻ്റെ ഒരു തപശ്ചര്യയുടെ ഒരു ഘട്ടമാണ്. ഇത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയും, 25 ആണ്ടോളം ചുറ്റി നടന്നവർ മൊഹീദ്ദീൻ മാലയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ ഘട്ടങ്ങളുണ്ടാകും. പക്ഷേ അതിന് ശേഷം എന്താണ് ചെയ്തത്? മൊഹീദ്ദീൻ ഷെയ്ഖ് എന്താ ചെയ്തത്? തിരിച്ചു വന്ന് ലക്ഷക്കണക്കിന് ആളുകളോട് ആ ബോധത്തെ ഇന്നും അത് അങ്ങനെയൊക്കെ അതെ. അപ്പോൾ അങ്ങനെ പിന്നീട് ഈ കാലഘട്ടത്തിലും അന്ധരായ മനുഷ്യർക്ക് കാഴ്ച നൽകുക എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാവിൻ്റെ അന്ധതയ്ക്കാണ്. ഇപ്പോൾ ഖാദിരിയ വഴിയിൽ സഞ്ചരിക്കുന്ന മനുഷ്യർ ലോകത്തുടനീളമുണ്ട്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഖാദിരിയ സമൂഹങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഖാദിരിയ വഴിയാണ് ഉണ്ടായിരുന്നത്, ചിഷ്തിയ വഴിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പല ധാരകളും ഇങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കുകയും ആ ബോധത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ആ ഗുരു എന്ന അർത്ഥത്തിലിരിക്കുന്ന ഒരാൾ, അവരിലാണ് ഈ ആത്മവേദമായിട്ടാണ് വേദജ്ഞാനം വരേണ്ടത്. അവരെങ്ങനെയാണോ അത് പകരുന്നത്, അവരുടെ തലത്തിന് അവരുടെ ശിഷ്യർക്കാണ് പകരുന്നത്. കാരണം ഇപ്പോൾ സൂഫിസത്തിൽ തന്നെ ഒരുപാട് ത്വരീഖത്തുകളുണ്ട്. അത്ര അധികം ത്വരീഖത്തുകൾ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ പല പ്രകൃതത്തിലാണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പ്രകൃതത്തിനനുസരിച്ച് അവൻ്റെ ദൈവികതയിലേക്കുള്ള വഴിയാണ്. ഇപ്പോൾ ഒരു 300-ലധികം ത്വരീഖത്തുകളുടെ പേരുകൾ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടത് കണ്ടിട്ടുണ്ട്.
ഇനിയും ഉണ്ടാവും. കാരണം ഓരോ ഗുരുവും ഓരോ വഴിയാണ് യഥാർത്ഥത്തിൽ. ആ ഗുരു സ്വാംശീകരിച്ച സാക്ഷാത്കരിച്ചൊരു വഴിയുണ്ട്. ആ വഴി പിന്നീട് അവരുടെ ശിഷ്യർ പിന്തുടരുകയാണ്. ആ പ്രകൃതത്തിന് പറ്റിയ ആളുകൾ അതിൽ പോകും, ആ പ്രകൃതം പറ്റാത്തവർ മറ്റൊന്നിലേക്ക് പോകും. ഇതാണ്, പല പ്രകൃതങ്ങളാണ്. ആ പ്രകൃതത്തിലൂടെ സഞ്ചരിക്കുക, ആ വഴിയിലൂടെ എത്തുക. മനുഷ്യരെന്നെ അങ്ങനെ പല ടൈപ്പാണല്ലോ. സത്യം. ഓരോ മനുഷ്യനും വ്യത്യസ്ത പ്രകൃതമല്ലേ. അപ്പോൾ ഒരു ജ്ഞാനപ്രകൃതമുള്ള ആളിന് നല്ല ജ്ഞാനം കിട്ടിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതേസമയം നല്ല കർമ്മപ്രകൃതമുള്ളവന് അവനൊരു കർമ്മയോഗി എന്ന് പറയാം. അവന് കർമ്മത്തിൻ്റെ വഴിയെ പോകണം. ധ്യാനപ്രകൃതമുള്ള ജന്മനായുള്ള ആളുകളുണ്ടാവും, അവന് ഈ വളരെ എളുപ്പത്തിൽ ധ്യാനത്തിലേക്കും ബോധത്തിലേക്കും പോകാൻ പറ്റും. അതേസമയം ഒരുപാട് ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ചിലപ്പോൾ സുഹൃദിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകും. അതെല്ലാം വിട്ടിട്ട് വാ എന്ന് പറയും ഗുരുക്കന്മാർ. ഇതെല്ലാം ഒരു ആധ്യാത്മമായ ശുദ്ധീകരണത്തിലൂടെ മനുഷ്യനെങ്ങനെ പാകപ്പെടുത്തുന്ന രീതിയാണ്. അപ്പോൾ ആ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതല്ല, ആ കർമ്മമല്ല. ആ കർമ്മം എന്നത് പാകപ്പെടുത്തുന്ന ഒരു ഘട്ടം മാത്രമാണ്. ആ ഘട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഉള്ള ആ സമയത്തുള്ളൊരു ഉൾവലിയൽ മാത്രമാണ്. അതുകൊണ്ട് അത് മാത്രം കണ്ട ആളുകൾ പറയും ഇതാണ് സൂഫി എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് പാകപ്പെടുത്താനുള്ളൊരു ഘട്ടം. ആ പാകപ്പെടലിന് ശേഷം അതെന്നുള്ളൊരു തിരിച്ചു വരുവാണ്. അതിന് സൂഫികൾ അതിന് വളരെ ആഴത്തിൽ അതിന് ഫന എന്ന് പറയും. ഫന എന്ന് പറഞ്ഞാൽ ഒരു ആത്മനാശമാണ്. തൻ്റെ സ്വത്വത്തിൻ്റെ അതിനെ നിഷ്കാസനം ചെയ്യുക, അതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ബാക്കിയാകുന്നത് ആ പ്രകാശം മാത്രം ബാക്കിയാകുന്നത്, അതിനാണ് ബഖ, അതിൽ അവശേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ആഴത്തിൽ അതിനെ മനസ്സിലാക്കുന്നവർക്ക് എളുപ്പത്തിൽ പിടികിട്ടുന്നൊരു സംഗതിയാണ്. അത് അല്ലെങ്കിൽ ഇതുപോലെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ സൂഫി വിമർശകരായ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. പക്ഷേ ഇപ്പോൾ അതൊന്നൊക്കെ ആളുകൾക്ക് തന്നെ തിരിച്ചറിവുണ്ട്. കാരണം സമൂഹത്തിൻ്റെ പല മേഖലകളിൽ പല അർത്ഥത്തിൽ വിരാജിക്കുന്ന സൂഫികളുണ്ട്. ലോകത്ത് തന്നെ ഇപ്പോൾ അമേരിക്കയിലുണ്ട്, ടർക്കിയിലുണ്ട്, യൂറോപ്യൻ നാടുകളിൽ, കാനഡയിലൊക്കെ ഇങ്ങനെ വളരെ സാമൂഹികമായും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ വളരെ സജീവമായിരിക്കുന്ന സൂഫി ധ്യാന ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിലും പല രീതിയിലായിരിക്കും അത് ചെയ്യുക. പുതിയ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു 50 കൊല്ലമൊക്കെ മുമ്പുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ മുഷിഞ്ഞ് ഉടുപ്പിട്ട് നടക്കുന്നവർ, പച്ച ഷാൾ വിരിച്ച് നടക്കുന്ന അങ്ങനെ ഒക്കെ ഉണ്ടായ ആളുകൾ, ഇവരാണ് സൂഫികളെന്ന്, ദറവീശികളായി അലഞ്ഞു നടക്കുന്ന ദഫൊക്കെ പാടി ഇവരാണ് സൂഫികളെന്ന് വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതൊന്നൊക്കെ മാറിയിട്ട് എല്ലാ മേഖലയിലും ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്ത് സൂഫികളുണ്ട്. കോർപ്പറേറ്റ് സൂഫി എന്ന് പറഞ്ഞൊരു ടേം തന്നെ ഒരു കൊമേഴ്ഷ്യലായിട്ട് അതിനെ രൂപപ്പെടുത്തിയ ആൾക്കാരുണ്ട്. കാരണം അതിൻ്റെ മേലെ ഇരിക്കുമ്പോഴും ഇതിൻ്റെ ആധ്യാത്മികതയുടെ തലത്തിലൂടെ സഞ്ചരിക്കാൻ സാധ്യമാണ് അതിനറിഞ്ഞവർക്ക്. അറിയാത്തവർക്ക് ഏറ്റവും പള്ളിക്കകത്തിരുന്നാലും അത് സാധ്യവുമല്ല. പള്ളിക്കകത്ത് പൂർണ്ണ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴും അത് സാധ്യമല്ല. അതിൻ്റെ ബോധം ലഭിച്ചവന് കോർപ്പറേറ്റ് ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന മേഖലയിൽ ഇരുന്നും ഇത് സാധ്യവുമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വളരെ രസകരമായൊരു